നമ്മൾ ഏത് കമ്പനിയുടെ മെഷീനും നമ്മളിവിടെ സർവീസ് ചെയ്ത് കൊടുക്കും. പണിക്കാർ നോക്കുന്നതിൻ്റെയാണ് ഇത്രയും തുരുമ്പ് വന്നത്. ഇവർ ഓൺലൈൻ വഴി എടുത്തിട്ട് ഇവർക്ക് ഇതിന്റെ സ്പെയറുകൾ കിട്ടുന്നില്ല എന്നുള്ള പറഞ്ഞൊരു ബുദ്ധിമുട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഓൺലൈനിൽ വാങ്ങിയ ഒരു കറവയന്ത്രത്തിന്റെ കംപ്രസർ സെക്ഷൻ ആണ്. ഇതെന്ത് ഇത്? അതെ അതെ അതെ, കംപ്രസറിന്റെ ആണ്. ഇതിന്റെ വെയിൻസ് ആണ് പ്രോബ്ലം വരുന്നത്. ഓക്കെ, ഈ കാർബൺ, അതായത് ആളുകൾ തിരിച്ചറിയാതെ പോയ ഓയിൽ പമ്പ് ഏതാ കാർബൺ ഏതാന്ന് തിരിച്ചറിയാതെ പോയി എടുക്കും. ശരി. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പല 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 ഇഷ്യൂ ഉണ്ടാവും. ശരി. പക്ഷെ അങ്ങനെ നമ്മളെ തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ആളുകൾ ഏത് മെഷീനായാലും ഇങ്ങോട്ട് അയച്ചു തരുന്നത്. അതേപോലെ തന്നെ ഇത് ഓൺലൈൻ വഴി എടുത്തതാണ്. മെയ്ഡ് ഇൻ ടർക്കിയുടെ ഇരിപ്പുണ്ട്. അത് ഇത് പല ബ്രാൻഡിൽപ്പെട്ട കറവയന്ത്രങ്ങള് ശരിയാക്കാൻ വേണ്ടി നമുക്ക് അയച്ചു തന്നേക്കും അല്ലേ? നമുക്കിത് എവിടെ നോക്കിയുള്ള നമ്മുടെ നമ്പർ കാണിക്കേണ്ട പാർട്ടിയുടെ ഇത് കാഞ്ഞങ്ങാട് നോക്കി വെച്ചിരിക്കുന്നത്. ഇത് കാസർഗോഡ് ഒന്ന് അയച്ചു കാഞ്ഞങ്ങാട്. ഓക്കെ, ഇതെല്ലാം തന്നെ ഇതും കാസർഗോഡ്, ഇതും കാസർഗോഡാണ്. മാക്സിമം എല്ലാം ദൂരെയുള്ള ആൾക്കാർ തന്നെയല്ലേ? ഓക്കെ, കൊറിയർ വഴി അയച്ചു. എനിക്കൊന്ന് എല്ലാവരും ഈ വിലക്കുറവിൽ കിട്ടും അല്ലെ ഓൺലൈനിൽ കുറഞ്ഞ് കിട്ടും എന്നുള്ള രീതിയിൽ വാങ്ങിക്കുന്നതായിരിക്കും. ഈ പറ്റുന്ന അബദ്ധം അതാണ്. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാക്കൻ ടാങ്കിന്റെ കപ്പാസിറ്റി ഒന്നും ആളുകൾ നോക്കുന്നില്ല. ശരി, ഇതൊരു വാക്കൻ ടാങ്ക് ആണ്. ഇതിപ്പോ ഫ്രഷ്നസ് ആണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലേ? ഇത് നമ്മുടെ പ്രൊഡക്റ്റ് മിഷൻ ട്രേഡേഴ്സ്. അതെ അതെ, മിഷൻ ട്രേഡേഴ്സിന്റെ പ്രൊഡക്റ്റ്. ചേട്ടൻ നിർമ്മിക്കുന്ന കറവയന്ത്രം. അതെ അതെ അതെ, നമ്മൾ നിർമ്മിക്കുന്ന കറവയന്ത്രമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ടാങ്ക് ഒക്കെ എന്ന് പറഞ്ഞ ഒരു 12 ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഈ പാലിന്റെ അംശമൊക്കെ വന്നാലും ഡയറക്റ്റ് നമുക്ക് ചെറിയ ഇതാണെങ്കിൽ അത് നിറഞ്ഞിട്ട് നേരെ പമ്പിലേക്ക് പോകും. ശരി, അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ലോങ് ലൈഫ് ആണ്. ഓക്കെ, കൂടുതലും ലോങ് ലൈഫ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ മെഷീൻ ട്രേഡേഴ്സിന്റെ മിൽക്കി മെഷീൻസ് നമ്മൾ കംപ്ലൈന്റ് വരത്തില്ല, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്. അതെ അതെ അതെ. ആളുകൾ ഈ തൊഴുത്തിൽ ഇറത്ത് കൊടുക്കാതെ ഈ പോകുന്നതാണ്, വൈൻഡിങ്ങിന് കംപ്ലൈന്റ് വരുന്നതാണ്. ശരി, എല്ലാം നമ്മൾ മാറ്റി വൈൻഡ് ചെയ്തിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഒരേ കസ്റ്റമറെ വിളിച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് അയച്ചു കൊടുക്കുന്നത്. കേരളത്തിൽ എവിടെയായാലും അപ്പൊ നമ്മൾ സാധനം ഇപ്പൊ ഏത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ ഇവിടെ എത്തിക്കണം അല്ലേ? എത്തിക്കണം. കൊറിയർ വഴി അയച്ചാൽ മതി, എത്തിക്കണമെന്നില്ല. കൊറിയർ വഴിയായാലും എത്തിച്ചാൽ മതി. അല്ല, പാഴ്സലോ കൊറിയറോ ഒക്കെ പാഴ്സലോ കൊറിയറോ ഏതായാലും കുഴപ്പമൊന്നും. ഓക്കെ, നമ്മുടെ അഡ്രസ്സിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് കുറഞ്ഞ വില നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഏത് ബ്രാൻഡ് ആയാലും പാർട്സും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ കംപ്രസറും കണ്ടു, മോട്ടറും ഒക്കെ കണ്ടു. അപ്പൊ നമുക്ക് ഇത് നമ്മൾ ചെയ്യുന്ന ഒരു മെഷീൻ അല്ലേട്ടാ? അതെ അതെ അതെ, നമ്മൾ ചെയ്യുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ വേറെ നമുക്ക് ഇതിന്റെ പാർട്സിന് എന്തൊക്കെ കംപ്ലൈന്റ്സ് വരാനുള്ളത്? നമുക്ക് വേറെ മിൽക്കി മെഷീന്റെ ഇതിന്റെ വെയിൻസ് കൂടുതലും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെളി അടി, ഓയില് കൂടുതലും ഡ്രൈ ആക്കി കളയില്ല. ഇവരിങ്ങനെ നിർത്തി തന്നെ ചെയ്യും. നമ്മൾ മാക്സിമം ഒന്ന് ചരിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഓയിലും കൂടെ പുറത്തോട്ട് പോകും. പക്ഷെ അങ്ങനെ ചെയ്യില്ല. അതങ്ങനെ അവിടെ ചെളിയായിട്ട് അത് ബ്രഷ് വഴി ഉള്ളിലേക്ക് കയറിയിട്ട് വെയിൻസ് ഒട്ടിപ്പോകും. ഓക്കെ, അപ്പൊ ചില കസ്റ്റമർ പറയും മോട്ടർ ഓടുന്നുണ്ട്, ബക്കറ്റിൽ എയർ വരുന്നില്ല. സംഭവം എന്ന് പറഞ്ഞാൽ വെയിൻസ് ഷാഫ്റ്റിനുള്ളിൽ ഒട്ടിക്കിടക്കുമായിരിക്കും. പ്രഷർ ഒന്നും കിട്ടുന്നില്ലായിരിക്കും. കാരണം ആളുകൾ കൂടുതലും ശ്രദ്ധിക്കാറില്ല. പണിക്കാരെ ഏൽപ്പിച്ചു പോകുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. തിരുവനന്തപുരത്തുള്ള ഒരു ടീമിന്റെയാണ്. അപ്പൊ അവർ അയച്ചു തന്നിട്ട് ഇതൊന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇത്രയും കഠിനമായി. കാരണം വെച്ചാൽ നമ്മളിതൊരു കളയേണ്ട അവസ്ഥ വന്ന് എത്തിയിരിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. കണ്ടില്ലേ, എല്ലാം തുരുമ്പാണ്. എല്ലാം പോയല്ലേ? എല്ലാം പോയി. നമ്മൾ റെഡിയാക്കി കൊടുക്കും. തീർച്ചയായിട്ടും ഇത് ഫ്രഷ് ആവും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഫ്രഷ് കാണിച്ചു കൊടുക്കാം. ഇതങ്ങനെ ഈ സാധനമൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് പാർട്സ് ഉണ്ടോ? എല്ലാം അവൈലബിൾ ആണ്. ഈ കാണുന്ന ബക്കറ്റ് സെറ്റിന്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് സർവീസിന് വേണ്ടി വന്ന സാധനങ്ങളല്ലേ? എല്ലാ സർവീസിന് വേണ്ടി റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ഇതെല്ലാം വേറെ ബ്രാൻഡ് ആയിട്ട് ഇവിടെ വന്നേക്കുവാണ്. ഇതെല്ലാം മാറ്റി കൊടുക്കുക. ഇതിന്റെ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ആ ഒരു സ്പെയർ പാർട്സ് ഒന്ന് കാണിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. ഇത് വരുന്നത് 27 mm ലൈനറുകൾ, ഡി ലെവല് അങ്ങനെയുള്ള ഐറ്റങ്ങൾക്കുള്ള നമ്മുടെ മെഷീന്റെ ഇതെല്ലാം വരുന്ന ഒറ്റളവിലുള്ള ലൈനറാണ്. പിന്നെ ഡീപ് കപ്പുകൾ, ഫീഡിംഗ് ബോട്ടിലുകൾ തന്നെ പലതരം ഉണ്ട്. 1/2 ലിറ്റർ മുതൽ 2 ലിറ്റർ, 1 ലിറ്റർ, 2.5 ലിറ്റർ ഇതെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലോഷൻ കാണാൻ പറ്റും. ഈ ലോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബക്കറ്റിന്റെ ഉള്ളില് ഈ പാട വരും. ഈ പാലിന്റെ ചെറിയ ചെറിയ റൗണ്ട് പാടകൾ വരും. അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ലിക്വിഡ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റീൽ പോലെ ഇരിക്കും. ഓക്കെ, പിന്നെ എല്ലാം കംപ്ലീറ്റ് ഒരു മിൽക്കി മെഷീൻ പറഞ്ഞ പോലെ ക്ലോ ബോട്ടം വരുന്നുണ്ട്, ക്ലോ ടോപ്പ് വരുന്നുണ്ട്. പിന്നെ ബിഗ് അഡാപ്റ്ററുകൾ കാര്യങ്ങള് ബിഗ് അഡാപ്റ്ററൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഡി ലെവലിന്റെ പൾസ്ലേറ്റർ മാറ്റിയിട്ട് നമ്മുടെ പൾസ്ലേറ്റർ വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ ഇട്ട് ചെയ്യാവുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു കറവയന്ത്രം, ഒരു ഡയറി ഫാമിലുള്ള കറവയന്ത്രത്തിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ, സർവീസസ്, സ്പെയർസ് എല്ലാം തന്നെ ഉണ്ട്. അതെ അതെ, ഇവിടെ തന്നെയുണ്ട്. ചേട്ടാ, അതുപോലെ കറവയന്ത്രം മാത്രമല്ല നമ്മുടെ ഷാഫ് കട്ടേഴ്സ് അങ്ങനെയുള്ളതിന്റെ ഒക്കെ സർവീസ് റിപ്പയറിംഗ് ഒക്കെ ഉണ്ടോ? ഷാഫ് കട്ടർ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല. കാരണം വെച്ചാൽ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് വല്ല ഈ മിൽക്ക് മെഷീൻ അയച്ചു വിടുന്നുണ്ട്. ഷാഫ് കട്ടർ അങ്ങ് അവിടെ പോയി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ മാക്സിമം നമ്മൾ മിൽക്ക് മെഷീനിലോട്ടാണ് നോക്കുന്നത്. കൂടുതലും ആളുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ വരുന്നത് പാലക്കാട് ചന്ദ്രനഗർ കൂട്ടുപാത. നമ്മുടെ മിഷൻ ട്രേഡേഴ്സ്. മിഷൻ ട്രേഡേഴ്സ്. ഓക്കെ.